24-ാം ദിവസം പുലർച്ചെ 5:30. ഇന്നലെ ഇത് തീരുമാനിക്കുമ്പോൾ ഒരുവിധം എല്ലാവരും ബെഡ്റൂമിലുണ്ടായിരുന്നു. എല്ലാവരോടും ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു മതി മതി മതിയെന്ന്. അപ്പം അങ്ങനെ തീരുമാനിച്ചതാണ്. പക്ഷെ ചേച്ചി എടുക്കുമ്പോഴേ നമ്മൾ കിച്ചണിലുള്ളതല്ലേ, അന്നേരം ചേച്ചി നമ്മുടെ കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യുന്നത് നല്ലതാണ്. ചേച്ചി തന്നെ തീരുമാനിച്ച് ബാക്കിയുള്ള എല്ലാവരും അവർ തന്നെ തീരുമാനിച്ചാൽ അത് ഞാൻ ക്യാപ്റ്റനോട് പറയാൻ വേണ്ടി നിൽക്കുക. നമുക്കും ഡിസിഷൻസ് വെക്കാൻ പറ്റൂല. എന്താണ് വെക്കുന്നത് കിച്ചണിൽ? ഇവിടെ കഞ്ഞി മതി എന്ന് പറഞ്ഞത് ഞാനല്ല, ക്യാപ്റ്റനാണ്. കഞ്ഞി മതി ഞാനല്ല. ഞാനൊരായിരം വട്ടം അങ്ങോട്ട് ഞാൻ പറഞ്ഞു ക്യാപ്റ്റൻ നല്ലോണം ആലോചിക്കണം. കിച്ചണിൽ നിൽക്കുന്നത് നമ്മളും ഡിസ്കസ് ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞത്. അതെ, അത് നമ്മളിപ്പോ ചേച്ചി തന്നെ ചേച്ചിയുടെ ഇഷ്ടത്തിന് രാവിലെ എണീച്ച് ഓരോന്ന് ചെയ്യുന്നു, രാവിലെ തിരക്കുന്നു. ഒരു കാര്യം ചെയ്യും, ഞാൻ ഒരു ക്യാപ്റ്റനെ വിളിക്കാം. എനിക്കറിയില്ല, നമ്മളും എല്ലാവരും പണി ചെയ്യുന്നവർ തന്നെയാണ്. പക്ഷെ അത് നല്ലതല്ല. സജന, എനിക്ക് രാവിലെ എണീറ്റ് എനിക്ക് വഴക്കൂടാൻ വഴക്കൂടാ. ചേച്ചി എല്ലാം ചെയ്തിട്ട് വഴക്കൂടാന്ന് പറഞ്ഞില്ല. ഞാൻ പറയേണ്ട കാര്യങ്ങൾ പറയണ്ടേ? ഇതാണ് ഞാൻ തന്നെ ഞാൻ ചെയ്തോളാം. ഫിറോസ് ഒന്ന് വരൂ, ഒരു മിനിറ്റ് വരൂ. അങ്ങനെ ചെറിയൊരു പ്രശ്നം. ഒരു കാര്യം പാ. ചേച്ചി എന്ത് ക്യാപ്റ്റൻ അല്ലേ നോക്കണ്ടേ? ക്യാപ്റ്റനോട് വിളിച്ചിട്ടല്ലേ രാവിലെ നമ്മളിപ്പം കിച്ചണിലല്ലേ വെക്കാം. കാരണം എല്ലാവരും പൊതുവേ ഉള്ള കിച്ചൺ എന്ന് പറയുമ്പം എല്ലാവരും ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോന്ന് തീരുമാനിക്കുന്നത്. ഇതിപ്പം ചേച്ചി തന്നെ രാവിലെ എണ്ണിച്ച് ഫുഡ് എടുത്ത് വെക്കുന്നു. ഇപ്പം അന്നേരം നമുക്കും ഇപ്പം ഓരോരുത്തർക്കും ഓരോ അല്ലേക്കാ. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസമായിട്ട് എനിക്ക് ഇത് മാത്രമല്ല, എനിക്ക് തോന്നിയ കാര്യമാ. കാരണം ഞാനുണ്ട് കിച്ചണില്, ഫിറോസുക്കും ഉണ്ട്, കിടിലും ഫിറോസുക്കും ഉണ്ട്. നമുക്ക് എല്ലാവർക്കും ഓരോ ജോലി നമുക്ക് തന്നിട്ടുണ്ട്. അന്നേരം അതിനകത്ത് ചെയ്യാനുള്ള ഒരു സ്പേസ് കൊടുക്കണ്ടേ? എനിക്ക് പക്ഷെ സ്പേസ് കിട്ടുന്നില്ല. ചേച്ചി രാവിലെ എണ്ണിച്ച് സാമ്പാർ വെക്കുന്നു, ചോറ് വെക്കുന്നു, എല്ലാം ചെയ്ത് കഴിയുമ്പോൾ ചേച്ചി മാത്രം ഇതിനകത്ത് വന്ന് ചെയ്യേണ്ട ഒരു അവസ്ഥ പോലെ എനിക്ക് തോന്നുന്നത്. നമ്മടുത്ത് ചോദിക്കാതെ ഓരോന്ന് ഉണ്ടാക്കുന്ന. ഇന്നലെ കഞ്ഞി മതിയെന്ന് നോബി പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുന്നത്, ഞാനായിട്ടല്ല ചെയ്യുന്നത്. വരട്ടെ അന്നേരം കഞ്ഞി ഒക്കെ രാവിലെ ഞാൻ ചേച്ചി പറഞ്ഞു, ചേച്ചി എന്നെ രാവിലെ വിളിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ ചേച്ചി എന്നെ രാവിലെ എണ്ണിച്ചിട്ട് ഓരോന്ന് ചേച്ചിയുടെ ഇഷ്ടത്തിന് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പൊ എല്ലാ ദിവസവും നടക്കുന്നത്. എല്ലാ ദിവസം എന്ന് പറഞ്ഞാൽ ആകെ 2 ദിവസമായിട്ടേ ഉള്ളൂ. ആ 2 ദിവസത്തിൽ ഒരു ദിവസം നിങ്ങൾ എടുത്തു പറയുന്നില്ല. കാരണം നമ്മളും ഒരു ടീമിനാകുമ്പോൾ ഡിസ്കസ് ഡിസ്കസ് ചെയ്യണമല്ലോ എന്തായാലും. ഇപ്പൊ അവരൊക്കെ ലേറ്റായിട്ട് ചെയ്ത് നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ? ഇതാണ് നമ്മൾ ഇന്നലെ ആ മീറ്റിംഗിൽ പരസ്യമായിട്ട് പറഞ്ഞു. എന്റെ അടുത്ത് കിടക്കാൻ നേരത്ത് പറഞ്ഞു, ചേച്ചി എന്നെ വിളിക്കണം എന്ന് പറഞ്ഞു. ഞാൻ രാവിലെ വിളിച്ചു. ഞാൻ അപ്പൊ അവരോട് പറയും ചെയ്തു, അന്ന് ഒരിക്കൽ സൂര്യ അങ്ങോട്ട് അതിനുശേഷം സമയത്ത് കാര്യമൊക്കെ ചേച്ചി എടുത്ത് ചെയ്യേണ്ട ആവശ്യമൊന്നും. ഇന്നലെ എനിക്കത് ഭയങ്കരമായിട്ട് സൂര്യ വിളിച്ചുകൊണ്ടാണ്, സൂര്യ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിനുശേഷം എത്രയോ പ്രാവശ്യം ഞാൻ അതിനുശേഷം ഞാൻ ക്യാപ്റ്റൻ ആയിട്ടില്ല. ഞാൻ കിച്ചൺ അതിനുശേഷം ഞാൻ ഇപ്പോഴാവുന്നത്. ഇനി എന്നെ രാവിലെ എണീറ്റ് എനിക്ക് വയ്യ. എന്തൊരു കഷ്ടം. നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞത് എന്നാ ശരി, നിങ്ങൾ ചെയ്തോ. എനിക്ക് സ്പേസ് കിട്ടുന്നില്ല ഇവിടെ ചെയ്യാൻ. ചേച്ചി എല്ലാം ചെയ്ത് നോക്കുമ്പോ എനിക്ക് ചെയ്യാൻ അതിൽ ആൾക്കാർക്ക് ഒരെണ്ണം കാരണങ്ങൾ പറയാൻ പറ്റത്തില്ല. ഇപ്പം പറഞ്ഞു പോയി കഴിഞ്ഞാൽ ചെയ്തതിന് ശേഷം നമുക്ക് അവരെന്താന്ന് വെച്ചാൽ ചെയ്തിട്ട് ഞാൻ ഇടപെടുന്നില്ല. എനിക്ക് വയ്യ. എനിക്ക് ശരിക്കും ഞാൻ ഇതിനല്ല ഞാൻ ഇവിടെ വന്നത്. സജിന ജോലി ചെയ്യുന്നില്ല എന്നുള്ളത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. ഞാൻ പറഞ്ഞുതരാം. ഇന്നലെ വൈകുന്നേരം പുട്ട് ഞാൻ സജന അപ്പോഴും ബാത്റൂമിലാണ്. ഞാനാണോ സജന അത് ഞാനിവിടെ പറഞ്ഞിട്ടാ പോയത്. എന്തുകൊണ്ട് കാരണം എന്ന് പറഞ്ഞിട്ട് പോയി. കാരണം ചേച്ചി എനിക്ക് പോകേണ്ട ഒരു ഫിസിക്കൽ നമുക്ക് കുറെ പ്രോബ്ലം ഉണ്ട്, പോകേണ്ട ആവശ്യമുണ്ട്. ഞാൻ ചേച്ചി പോയിട്ട് വരാം. ആ രീതിയിൽ എനിക്ക് ഇതിനകത്തോട്ട് കയറാൻ പറ്റത്തില്ല. ഇതൊരു കാരണമാക്കി ആരും എടുത്തിടരുത്. ഞങ്ങൾ ജോലി ചെയ്യുന്നില്ല, ഇതിനകത്ത് ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ സ്പേസ് കിട്ടുന്നില്ല. ആ മീറ്റിംഗിൽ പറഞ്ഞൂടെ? ഇവർക്ക് ഇന്നലെ ഇത് മീറ്റിംഗിൽ പറഞ്ഞൂടെ? ഈ വിഷയം ഇവർക്ക് മീറ്റിംഗിൽ പറഞ്ഞൂടെ? എങ്ങനെ വരുന്നില്ല? ഞാൻ ഇവിടുന്ന് ചെയ്യുന്നില്ല. ഒരു ദിവസം എനിക്ക് രാവിലെ ബാത്റൂം പോകേണ്ട ആവശ്യം വന്നോണ്ടാണ് നോബി ചേട്ടാ ഇവിടെ വന്നിട്ട് ചെയ്യാൻ സ്പേസ് സാധനങ്ങൾ കിട്ടുന്നില്ലെന്നാ പറയുന്നത്. അതാ ഇവിടെ വന്നിന്ന് ജോലി കിട്ടിയില്ല, ജോലി ചെയ്യാനുള്ള കാരണമാക്കല്ലേ. ചേച്ചി എല്ലാം ചെയ്തു വെച്ചാൽ നമുക്ക് കാരണം ജോലി ഇല്ലെന്നാ പറഞ്ഞത് ഇവിടെ. അല്ലെങ്കിൽ നമ്മൾ ഇതിനകത്തൊന്നും ഒരു കാര്യം ചെയ്യട്ടെ, കിച്ചണിൽ നിന്ന് മാറ്റിയിട്ട് ചേച്ചി മാറുമ്പോൾ ഞാൻ കയറാം. അങ്ങനെ കിച്ചണിൽ വേറെ ഏതെങ്കിലും ഒരു സെക്ഷനിലോട്ട് ഇട്ട് തന്നെ. കാരണം വെച്ചാൽ എനിക്കിപ്പോ അല്ല ചെയ്യാൻ കാരണം
സ്പേസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ക്ലീനിങ്ങിൽ പൊക്കോളാം, അവര് കിച്ചണിൽ കേട്ടോ, ഞാൻ ക്ലീനിങ്ങിൽ പൊക്കോളാം, അവര് ചെയ്തോ. കേട്ടോണ്ടിരിക്കുന്ന ഒരാൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്ത് പച്ചവെളുപ്പം ചുമ്മാ നമ്മൾ നാലും കൂടെ ഇവിടെ വന്നിരുന്നു എനിക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നില്ല. ചേച്ചി എല്ലാം ചെയ്ത് തീർക്കുന്നു, അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ സ്പേസ് അല്ല ഇന്ന് അത് അങ്ങനെ ചെയ്യാം. കാരണം വേണ്ട, ഇന്ന് ഇനിയിപ്പോ ആകെപ്പാടെ 2 ദിവസമല്ലേ ഉള്ളൂ, ഇന്ന് മുതൽ അവർ ചെയ്തോട്ടെ. കഴിഞ്ഞ ആഴ്ച മണിക്കുട്ടൻ ക്യാപ്റ്റൻ എന്താണ് മണിക്കുട്ടൻ പറഞ്ഞത്? ഫുഡിന്റെ കാര്യം അവർ തീരുമാനിച്ചോളൂ, അവർ ഇഷ്ടമുള്ള അതാണ് അത് ഓക്കെയാണ്. അന്നേരം നമുക്ക് ഇവിടെ അവരെന്ന് പറയുമ്പോ ചേട്ടൻ ഞാൻ അവര് ഓക്കെയാന്ന് അവർക്ക് ചോദിച്ചാൽ മതി. അവരെല്ലാരും കൂടെ ഒരു ഗ്രൂപ്പ്, എല്ലായിടത്തും ഒരു ഗ്രൂപ്പ് ഇരുന്നിട്ട് അവർ തമ്മിൽ ഡിസ്കസ് ചെയ്ത് നമുക്ക് നാളെ അങ്ങനെ ചെയ്താലോ, നമുക്ക് എനിക്കും പറയുമ്പോൾ ചേച്ചി ഉണ്ട്, സാധനം ഉണ്ട്, ഗോതമ്പ് പരിപ്പുണ്ടല്ലോ, ഇപ്പം സവാളക്കറിയോ തക്കാളിക്കറിയോ ചെയ്യേണ്ട, പരിപ്പൊറി ഉണ്ടാക്കാം. അങ്ങനെ ഓപ്ഷൻസ് രാവിലെ എന്തൊക്കെ വേണമെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. ഈ ചപ്പാത്തിയും പരിപ്പ് കറിയും അടുത്തോണ്ടാണ് ഞങ്ങൾ കഞ്ഞിയാക്കിയത്. പുലർച്ചെ 5:55. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരാൾ രാവിലെ സാമ്പാർ വെച്ച് ചോദിക്കുന്നത് തെറ്റാണോ? അത് ബാക്കിയുള്ളവരും കൂടെ വിളിച്ച് ബാക്കിയുള്ളവരും കൂടെ ചെയ്യിപ്പിക്കാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കണം. ചേച്ചി എനിക്ക് ശരിക്കും പറഞ്ഞാൽ തരുന്നില്ല എന്ന് എനിക്ക് ഞാനൊരു കാര്യം പറയും സജിന, ഞാൻ പ്രശ്നം ഉണ്ടാക്കരുത്. പ്രശ്നം ഉണ്ടാക്കാനല്ല നോബിച്ചേട്ടാ, എനിക്ക് തോന്നിയ കാര്യങ്ങൾ പറയണ്ട. പക്ഷെ ഇതിപ്പം എനിക്ക് തോന്നുന്ന ഒരാളെ ഇത് വെച്ചിട്ട് അവരെ സപ്പോർട്ട് ചെയ്തുള്ള സംസാരം പോലെ എനിക്ക് നോബിച്ചേട്ടാ സത്യമായിട്ടും അല്ല സത്യമായിട്ട് നോബിച്ചേട്ടാ എനിക്ക് തോന്നിയത്. ഫിറോസ്ക്കായാലും നോബിച്ചേട്ടനായാലും ഒരു സപ്പോർട്ട് ചെയ്ത് അങ്ങോട്ട് അവരെ നമ്മളുണ്ടെങ്കിൽ പോലും തെറ്റെന്നുള്ള രീതി പറയാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. സജിന, നിങ്ങളുടെ അടുത്ത് എന്താണ് ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്? ഇല്ല നോബിച്ചേട്ടൻ പറഞ്ഞു ഞാൻ ഇതിനകത്ത് വരുന്നില്ല എന്നുള്ള രീതിയിലുള്ള സംസാരം നോബിച്ചേട്ടൻ ആദ്യം പറഞ്ഞു. നോബിച്ചേട്ടൻ പറഞ്ഞു സജിന ഇവിടെ നിന്ന് അവർ രണ്ടുപേരും കൂടെ നിന്നപ്പോ നോബിച്ചേട്ടൻ പറഞ്ഞു സജിന അതുകൊണ്ട് എന്തും രാവിലെ വന്നില്ലല്ലോ എന്ന് പറഞ്ഞു. നോബിച്ചേട്ടാ വഴക്കിനല്ല നോബിച്ചേട്ടാ, ഞാൻ വന്നില്ല അങ്ങനെ പറയല്ലേ സജിന, അങ്ങനെ പറയരുത് സജിന, അങ്ങനെ ഒരിക്കലും പറയരുത്. ഞാൻ അങ്ങനെ എനിക്ക് കാരണം ഞാൻ ഇപ്പൊ സാക്ഷി വിളിക്കാൻ മറ്റേ ഇപ്പം കേട്ടാരെന്ന് പറഞ്ഞ ഫിറോസ്ക്കായി വിളിക്കുമ്പോ ഫിറോസ്ക്ക ചിലപ്പോൾ മാറ്റി പറയാം. ഇവിടെ വരുന്നില്ലെന്ന് ഞാൻ പറഞ്ഞാണ്. ഇതിനകത്ത് സജിന രാവിലെ വരുന്നില്ല എന്ന് പറഞ്ഞായിരുന്നല്ലോ. സജിന രാവിലെ വരുന്നില്ല ഞാൻ പറഞ്ഞില്ലേ? സജിന ഇപ്പൊ പറഞ്ഞ ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ത് ചെയ്യോളിയാ? ഇല്ല ഏട്ടാ ഞാനൊന്നും പറയുന്നില്ല. സജിന അങ്ങനെ പറയരുത് സജിന, റെക്കോർഡിംഗ് സജിന. സജിന പറഞ്ഞിട്ടില്ല. സജിന ഞാൻ പറഞ്ഞിട്ടില്ല രാവിലെ കേറിയില്ലല്ലോ എന്നുള്ള സത്യം ദൈവത്തിനാണ് സത്യം. സജിനാണ് പറഞ്ഞ എന്നെ വിളിക്കുന്നില്ല, സജിന വരുന്നില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. സജിന സംസാരം വേണ്ട, ഞാൻ സത്യം എന്റെ ദൈവത്തിനാണ് സത്യം. സജിന എനിക്ക് തോന്നിയതായിരിക്കും, സജിനക്ക് തോന്നിയതല്ല, സജിന പറഞ്ഞതാണ്. ചേട്ടാ എന്നാ ഓക്കെ, എനിക്കെന്നാ ചേട്ടൻ പറഞ്ഞായിരിക്കും ഇവിടെ ആരെങ്കിലും സംസാരിച്ചപ്പോ ചേട്ടൻ സംസാരിച്ചില്ല ഇവിടെ. ഞാൻ അന്നേരം പറഞ്ഞത് ചേട്ടാ, ഞാൻ അന്നേരം എന്തുകൊണ്ട് രാവിലെ ഞാൻ വന്ന് ചേച്ചിയുടെ എല്ലാം പറഞ്ഞിട്ടാ ഞാൻ ചേട്ടാ പോയത്. ഇവിടെ വരാതിരിക്കുന്നതിന്റെ കാര്യം പറയുമ്പോഴല്ലേ ഞാൻ പറഞ്ഞു, ചേച്ചിയുടെ പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. പിന്നെ രണ്ടാമത് ഞാൻ ചേച്ചിയുടെ ചോദിച്ചിട്ടാണ് പോയെന്നുള്ളത് ഈ സബ്ജക്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാൻ വരാത്ത കാര്യം പറഞ്ഞിട്ടല്ലേ. സജിനക്ക് കിടക്കാം, സജിന കിച്ചണിൽ വേണ്ട പ്ലീസ്. സജിനക്ക് കിടക്കാം, സജിനക്ക് കിച്ചൺ, ഇത് തന്നെ ഇപ്പൊ ഒരു നെഗറ്റീവ് അല്ലേ പറഞ്ഞ. സജിനക്ക് കിടക്കാം ചേട്ടാ, ഗ്രൂപ്പ് ആദ്യം മാറ്റി ഒരാളെ മാത്രം സേവ് ചെയ്യാതെ എല്ലാവർക്കും ക്യാപ്റ്റൻ ആകുമ്പോ എല്ലാവർക്കും വേണം ചേട്ടാ. ഇതൊരു സേവ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നിയത്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയാൽ എനിക്കൊന്നും അറിയാവുന്നൊരു ഞാൻ ഉണ്ടാതിരിക്കുന്നത്. നമ്മൾ ഒരു സെക്ഷനിൽ 5 പേര് ഇടുകയാണെങ്കിൽ 5 പേര് ഈക്വൽ ആയിട്ട് എന്തെങ്കിലും ചെയ്യട്ടെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മളെ പാചകത്തിൽ ഇട്ടപ്പോഴത്തേക്ക് ചേച്ചി എന്തെങ്കിലും എല്ലാം ചെയ്ത് തരുമ്പോൾ നമുക്ക് സ്പേസ് ഇല്ലല്ലേ. ഇവിടെ ഇപ്പം നമ്മൾ ഒരു വീട്ടിലെ പോലെ തന്നെയാണെങ്കിൽ പോലും ഇതിനകത്തൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഒന്നുമില്ല, നമ്മൾ മാറിക്ക് ചേച്ചി മാത്രം ഒരു സാധനത്തിൽ മികവ് നേടുന്നു എന്നൊരു സംഭവം ഇതിനകത്തുണ്ട്. അതായത് വേറെ ഒന്നുമില്ല. പാളിയന്റെ സെക്ഷനിൽ തന്നെ അളിയിൽ ഇപ്പോൾ കൈവയ്യാതെ ഓക്കെ, ഒരു സെക്ഷനിൽ ഒരു 4-5 പേര് ഇടുമ്പോഴത്തേക്ക് 5 പേര് കൂടെ ചേർന്ന് ഒരു കാര്യം ചെയ്യുക എന്നുള്ളതാണ് അവൾ ഉദ്ദേശിക്കുന്നത്. നോബിച്ചേട്ടൻ ഇപ്പൊ തന്നെ നോബിച്ചേട്ടൻ എടുത്ത് ഇടുന്ന കളർ വേറെ രീതി ആവുന്നുണ്ട്. രാവിലെ ഞാൻ എണ്ണിക്കുന്നതിനെ കുറിച്ച് സജിന എണ്ണിക്കേണ്ട, സജിന ഉറങ്ങിക്കോളൂ, ഞങ്ങൾ ഇവിടെ നല്ല സജിന ഇനി കിച്ചണിൽ വരണ്ടെന്നുള്ളത് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ അർത്ഥം എന്ത് വന്നേരം? സജിന തന്നെ ഉണ്ടാക്കല്ലേ സജിന, നോബിച്ചേട്ടാ പ്ലീസ് എല്ലാരും ഒരേപോലെ കാണാ. സോറി കേട്ടോ. നല്ല സോറി പറയേണ്ട ആവശ്യമില്ല. ഞാൻ ചോദിച്ചിട്ട് പോലും ഇല്ല സജിന, പരാതി ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല. 25-ാം ദിവസം രാവിലെ 8:10. ഒരു വല്ലം പൊന്നും പൂവും കരിനീലച്ചാടും കണി കാണാ കുന്നിൽ നിന്നും തിരുവോടിപ്പാവും പടകാളി പെണ്ണെ നിന്നും മണിയിൽ ചാർത്തിയിടാൻ തുളുനാടൻ ചേലിൽ നിന്നെ വരവേൽക്കാൻ വന്നോളാം.
രാവിലെ 8:45. പീരിയഡ്സ് ആണ്, അപ്പം എനിക്ക് കുളിക്കണം. അപ്പം ഞാൻ പറഞ്ഞു സാമ്പാറും ചോറൊക്കെ ആയിട്ടുണ്ട്, ഇനിയിപ്പോൾ മാവ് കലക്കേണ്ടത് മാത്രമേ ഉള്ളൂ, കുളി കഴിഞ്ഞ് വന്നിട്ട് മാവ് കലക്കിയാൽ മതിയെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ടും അവർ കുളിക്കാൻ പോയി മാവ് കലക്കുക. അതുകൊണ്ട് റംസാനാണ് മാവ് കലക്കിയത്. ഞാൻ എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല. ഇന്നലെ രാത്രി ഇന്ന് എരിശ്ശേരിക്കുള്ള ചേന അരിഞ്ഞെന്ന് അവരുടെ ഭർത്താവാണ്. അപ്പം അവർ ചെയ്യുന്ന അവരുടെ ഭർത്താവ് ചെയ്യുന്ന ഒന്ന് തന്നെയല്ലേ. രാവിലെ എണീക്കാതിരിക്കാനാണ് അയാൾ രാത്രി തന്നെ ചെയ്തു തന്നിട്ട് പിന്നെന്താ പ്രശ്നം? ഞാൻ ചോദിക്കട്ടെ, ഇനി രമ്യ അവരെ വിളിച്ചില്ല എന്നാണ് അവർ പരാതിയെങ്കിൽ അവർക്ക് 3 ദിവസം അവിടെ വൃത്തിയാക്കാൻ എന്നിട്ട് അവർ ചെയ്തോ? അത് ലാലേട്ടൻ തന്ന പണിഷ്മെന്റാ. 2 വ്യക്തികളുണ്ട്, ഒരാൾക്ക് ഇവിടെ ചെയ്യുന്ന സമയത്ത് ഒരാൾക്ക് അവിടെ ചെയ്യാം. അവരത് ചെയ്തോ? മറന്നുപോയി. അപ്പൊ അവര് ഒരു കാരണം ഉണ്ടാക്കുകയാണ്, ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ വേണ്ടി ഒരു കാരണം ഉണ്ടാക്കുക. എനിക്ക് ഇവിടെ സ്പേസ് കിട്ടുന്നില്ല ചെയ്യാനുള്ളത്. കാണുന്നവർക്കും കാണുമ്പോൾ മനസ്സിലാവും ഞങ്ങൾ അവിടെ കിടന്ന് ഇവിടെ നിന്ന് വെറുതെ ഇരിക്കുന്നതൊക്കെ. ചേച്ചി മാത്രം ചെയ്യേണ്ട ആവശ്യമില്ല. ചേച്ചിക്ക് എന്നിട്ട് ചേച്ചി അത് ചെയ്തിട്ട് രാവിലെ ചെയ്തിട്ട് വന്നിട്ട് പറയാം അയ്യോ എനിക്ക് ക്ഷീണം വരുന്നു ഞാൻ കിടക്കട്ടെ എന്ന് ചേച്ചി. അതിന്റെ ആവശ്യം എന്തോടെ? ഞങ്ങൾ പറഞ്ഞു അങ്ങനെ. ഇവർക്ക് എങ്ങനെയെങ്കിലും എന്നെ ഈ ആഴ്ച ജയിൽ നോമിനേഷൻ പേര് കൊടുക്കണം. ചേച്ചി മാത്രമല്ല എന്നെ, നമ്മൾ രണ്ടുപേരെയാണ് അവിടെ ചോദിച്ചത്. ഇത് എന്താ ഇത് എന്ന് മിണ്ടാട്ടോ. നമ്മളെ നോമിനേറ്റ് ചെയ്യണം. ഇന്നിപ്പോ എന്റെ അടുത്ത് ചൊറിഞ്ഞു. അതായത് ഇപ്പൊ ഞാൻ മൂഡ് ഓഫ് ആയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇന്ന് ആക്റ്റീവ് ആവൂലല്ലോ. അപ്പൊ അവരിങ്ങനെ ഇരയെ പിടിക്കുകയാണ്, ചൂണ്ടയിട്ട് ഓരോരുത്തരെ പിടിക്കുക. ഇന്നലെ ഞാൻ ചേച്ചിക്ക് പറഞ്ഞു, ചേച്ചി പുട്ടുണ്ടാക്കണ്ട, പുട്ടുണ്ടാക്കിയ മാവ് തികയത്തില്ല. നമ്മൾ ഡിസ്കസ് ചെയ്തു. ചേച്ചി അത് പറഞ്ഞാൽ കുഴപ്പമില്ല. ഇപ്പൊ നമ്മുടെ ഇന്നത്തേക്കുള്ള ഫുഡേ ഉള്ളൂ, രാത്രിത്തേക്കുള്ള മാവ്. ഇന്നലെ നമുക്ക് ബുദ്ധി ഓരോ ചിന്തിക്കാന്നുള്ളൂ. പുട്ടിന് മാവ് എടുക്കണമെങ്കിൽ ക്വാണ്ടിറ്റി ഒത്തിരി വേണം. ഒരു കുട്ടിക്കകത്ത് തന്നെ നമുക്ക് സമാനം ബുദ്ധി വേണമെങ്കിൽ എത്രത്തോളം നമുക്ക് ചപ്പാത്തി അതിനകത്ത് ഉണ്ടാക്കാം എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. ചപ്പാത്തി മാവ് ഒരു ഇതെടുത്താൽ മതി, ഒരു സെക്ഷൻ. അതിന്റെ 2 ഇരട്ടിയാണ് നമ്മൾ പുട്ടിന് എടുക്കുന്നത്. പുട്ടിന് നമ്മൾ എടുത്തോണ്ടേ ഇരിക്കണം, ഒരു കുറ്റി എടുത്തോണ്ടിരിക്കുന്നത്. അന്നേരം അത് ഞാൻ ചേച്ചി പറഞ്ഞു, പുട്ടി ക്വാണ്ടിറ്റി കൂടുതൽ. ചേച്ചി അത് ഓക്കെ ആയിരുന്നു. നമുക്ക് വേണ്ട മാവില്ല, പക്ഷെ കൺട്രോൾ ചെയ്താണെങ്കിൽ നാളെ രാവിലത്തേക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരുന്നു. ഇവർക്കൊരു കോമൺ സെൻസ് ഉണ്ടെങ്കിൽ അവർക്ക് ഇന്നലെ രാത്രി മീറ്റിംഗിൽ പറയാമായിരുന്നല്ലോ, കഞ്ഞി എന്ന തീരുമാനമെടുത്തത് ശരിയായില്ല, അല്ലെങ്കിൽ ഇവർ തനിയെ ചെയ്യുന്നു, ഇവർ ആളാവാൻ വേണ്ടി ചെയ്യാന്നൊക്കെ ഇവർക്ക് ഇന്നലെ മീറ്റിംഗിൽ പറയാമായിരുന്നല്ലോ. എന്തിനാണ് രാവിലെ എണീറ്റ ഉടനെ ഞാൻ അടുക്കള നിൽക്കുമ്പോൾ എന്നെ പിരികേറ്റുന്നത് എന്തിനാ? രാവിലെ 10:30. ചേച്ചി ഇതൊന്നും കഴുകണമെന്ന് നോക്കിയ പാത്രം ഒന്ന് വാ. അവര് കഴുകി അടിയിൽ നിന്ന് എടുത്തു തന്നു എല്ലാ പാത്രവും. കുറച്ച് പ്രശ്നമുണ്ട് കേട്ടോ, അടിയിലുള്ളത്. ഈ ബൗളും ഞാൻ നോക്കിയപ്പോ പാടുകളുണ്ട്, മാവിന്റെ ഒന്നും വൃത്തിയായിട്ടില്ല. അതുപോലെ ഞാൻ രാവിലെ വന്ന് നോക്കിയപ്പോ ഈ സ്റ്റൗവില്ലേ ഒട്ടും വൃത്തിയായിട്ടില്ലായിരുന്നു. അപ്പൊ ഞാൻ രാവിലെ പറയുകയും ചെയ്തു, ആരാണ് ഇന്നലെ സ്റ്റൗ വൃത്തിയാക്കിയത്? ഭയങ്കര മോശമായിരുന്നു. വെള്ളം കുറയുന്നുണ്ട് അല്ലേ വൃത്തി? I thought you will be noticing. ഏഞ്ചലിന് അറിയില്ല. എക്സോജൽ നല്ലതാണ് ഇങ്ങനത്തെ ഞാനല്ലല്ലോ കഴുകുന്നത്, എനിക്കെങ്ങനെ നോക്കണേ. അത് അവർക്ക് പോവില്ല, അവള് ചെയ്യുമ്പോൾ അവള് പറയാറുണ്ട്. അപ്പൊ വലിയ പാത്രങ്ങൾ ഞാൻ ചെയ്യാന്ന് പറയണം. നീ ഒരിക്കലും അവള് കഴുകലും. അത് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അവൻ കൊടുക്കണ്ട, അവര് കഴുകുന്നു കേൾക്കുന്നില്ല. അതല്ല, അത് ഈ ഒരുമിച്ച് വിളിക്കൂലല്ലോ, അതാണ് പ്രശ്നം. അടിപൊളി കണ്ടോ, അവന് ചെയ്തു, അത്രേ ഉള്ളൂ. രാവിലെ 11:10. പാത്രം കഴുകുമ്പോൾ ഫുൾ പാത്രം അഴുക്കാണ്. രണ്ടുപേർക്കും ഹൈജീൻ ഇല്ലാത്ത സംഭവമാണ്. സായും ടിമ്മിയും ഞാനത് കാണുന്നുണ്ട്. സമയമില്ലല്ലോ. ഞാൻ നോക്കുമ്പോ ഫുൾ അരി വെച്ച പാത്രം താഴെ പിടിച്ചിരിക്കുക. അതിനകത്ത് തന്നെ വെള്ളം. ഞാൻ പറഞ്ഞു ഇത് ഫുൾ അഴുക്കല്ലേ. അപ്പൊ ചേച്ചി പറഞ്ഞു അവൾക്ക് അറിയത്തില്ല, അവൾക്ക് ചെയ്ത് പരിചയമില്ല. എന്താണോ ഇത്? അവിടെ സായിയും അല്ല ചേച്ചിയും കുഴപ്പമില്ല, എന്താണ് പ്രൊട്ടക്ട് ചെയ്യുന്നു. ഇവിടെ എന്താ പഠിപ്പിക്കാൻ വന്നോട് പറയണ്ട. എല്ലാരും നമുക്ക് ഓരോ അവസരമുണ്ട്, ഓരോരുത്തരുടെ മിസ്റ്റേക്സ് എന്താ. ഒരു കാര്യത്തിലും ഒരു ആത്മാർത്ഥത ഇല്ല. ക്ലീനിങ്ങിന്റെ ആൾക്കാർ കിച്ചണിൽ ഋതുവിന് എല്ലാരും യൂത്ത് ഫെസ്റ്റിവലുള്ള ആൾക്കാരല്ലേ. ഞാൻ ക്ലീൻ ആക്കി ഇന്നലെ രാത്രിയിലെ ക്ലീൻ. പിന്നെന്താ, എല്ലാരും യൂത്ത് ഫെസ്റ്റിവലുണ്ട്, എല്ലാരും അവനവന്റെ പണി എടുക്കുന്നുണ്ട് ഇല്ലേ? ആരും ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. നമ്മള് മാത്രം പൊട്ടന്മാർ അല്ലല്ല. വാഷ്റൂം ക്ലീൻ ആക്കി, കിച്ചണിൽ കുക്ക് ചെയ്തിട്ടുണ്ട്, കുക്ക് ചെയ്ത പാത്രം കഴുകിയിട്ടുണ്ട്. പിന്നെന്താ? രാവിലെ 11:35. ഗോതമ്പ് പുട്ടുണ്ടാക്കിയതാണ് ഇന്നത്തെ ഇഷ്യൂ. ഇന്നലെ രാത്രി എന്തിന് ഗോതമ്പ് പുട്ടുണ്ടാക്കിയ? ഗോതമ്പ് പുട്ട്
മാവ് തികയില്ലല്ലോ, പിന്നെ എന്തിനു പുട്ടുണ്ടാക്കി? ഇതാ ഗാർഡൻ ക്ലീനിങ്ങിന്റെ പൊളിഞ്ഞപ്പോൾ പിന്നെ കഞ്ഞി, ഇന്നലെ മീറ്റിംഗ് കഞ്ഞി പറഞ്ഞില്ലേ, അത് ഞങ്ങളാരും അറിഞ്ഞില്ല. പെട്ടെന്ന് മീറ്റിംഗിൽ ചേച്ചി പറഞ്ഞെന്ന്. കിച്ചൺ ടീമിനോട് ആലോചിച്ചില്ലെന്ന്. ഒരു 2-3 ദിവസമായിട്ട് മാറി നിൽക്കുകയാണ് കിച്ചണിൽ നിന്ന്. അത് ഇതിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനായിരുന്നു. കിച്ചണിൽ നിന്ന് മാറുകയും ചെയ്ത് ഗാർഡനിൽ ചെയ്തുമില്ല. സ്ത്രീകൾ ഇങ്ങനെ ഉണ്ടാടാ. ഈടളിയ ഞാനൊക്കെ നിനക്കറിയാലോ, ഞാൻ ഒരു ഇപ്പൊ ഞാൻ നോക്കിയപ്പോ ഫിറോസ് പാവം കേട്ടോ. ഈ വിഷയത്തിൽ ചേഞ്ചായി പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഒരാൾ അങ്ങനെ ഇഷ്യൂ ഉണ്ടാക്കുമ്പോൾ ഒരാൾ ബാക്കിയുള്ളവരുടെ സൗഹൃദത്തിൽ പോകുന്ന ഒരു സ്ട്രാറ്റജി കൂടെയുണ്ട്. രണ്ടും കണക്കാം, ഒന്നിനൊന്നും വെച്ചാ. ഫിറോസ് അങ്ങനെ ഇരിക്കുന്നതേ നോമിനേഷൻ വന്നതുകൊണ്ടാണ്. 9 വോട്ടുകളാ ഈ ആഴ്ച അവര് തന്നെ ടോപ്പിലെത്തും നോമിനേഷനിൽ. പക്ഷെ അതൊരു നല്ല പ്രവണതയല്ല. കോർണറിങ്, intimacy towards the persons who become marginalized, and it is the most way to become popular through infamous or unpopularity. മുൻപ് പലരും പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള. അതായത് ഇപ്പോൾ തുടർച്ചയായി 8-9 വോട്ടുകളോടെ 4 തവണയോ 3 തവണയോ 5 തവണയോ വന്ന ഒരാള് സ്വാഭാവികമായിട്ട് ജനം ചിന്തിക്കും എല്ലാവരും അവർക്കെതിരാണെന്ന്. അവർക്കെതിരാണ് താനും. അപ്പൊ അതില് ഇപ്പൊ ഇവർക്ക് ഇതുവരെ ഒന്നും ചെയ്യാൻ പറ്റാത്തത് നമ്മൾ അവരെ പൂർണ്ണമായി ഒറ്റപ്പെടുത്തുന്നില്ല. നമ്മൾ അവരെ എങ്ങനെയെങ്കിലും ഒക്കെ ചേർത്ത് കളിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. We may be coolies, trolley pullers, but we are not beggars. 25-ാം ദിവസം ഉച്ചയ്ക്ക് 12:15. വീക്ക്ലി ടാസ്ക് സർവകലാശാല. പ്രേക്ഷകർ നിങ്ങളെ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇനിയും ഗംഭീരമായി തന്നെ തുടരുക. ഇന്ന് നിങ്ങളുടെ കോളേജ് ഡേ ആണ്. അതിനായി നിങ്ങൾ പദ്ധതിയിട്ടതുപോലെ എന്തൊക്കെ പ്രവർത്തനങ്ങളാണോ ചെയ്യുന്നത് അതെല്ലാം അതിഗംഭീരമായി ചെയ്ത് ടാസ്കിന് സമാപനം കൊടുക്കുക. ഗുഡ് ലക്ക് ബിഗ് ബോസ്. ഉച്ചയ്ക്ക് 1:10. അങ്ങനെ വെറുതെ മടിച്ചിരുന്നതാക്കണ്ട, തൂക്ക്. പണിഷ്മെന്റ് എനിക്ക് തന്നിട്ട് ഏതെങ്കിലും ഒരു കോരി, അല്ല ബാത്റൂമിലെ കോരിയോ? സജന, അതല്ല ഗാർഡൻ ഏരിയ, ഇതാടെ. പിന്നെ ഗാർഡൻ ഏരിയ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള കഴിവില്ല. ഏരിയ ഇതൊക്കെ അല്ലേ, അവിടെ നിന്ന് ഇങ്ങനെ തൂത്തുണ്ടോ? ചൂടടിക്കുന്നു കേട്ടോ. അല്ല, കുറച്ച് ഞാൻ ചെയ്തോളാം. നാളെ ഉണ്ടല്ലോ. ഇവിടെ പൊള്ളിക്കിടക്ക് കേട്ടോ, എന്റെ ചന്തിയൊക്കെ ചൂടാവുന്നു. ഒരു വെയില് നീ അവിടെ മാറ്റിയാ. ഇല്ല, തീരാറായി. ഉച്ചയ്ക്ക് 2:55. കഴിഞ്ഞോ? വൈകിട്ട് 3:45. അഖിലാണ്ട മണ്ഡലമണിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാന പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീ എന്നും. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് ഇന്നത്തെ അധ്യക്ഷ പ്രസംഗം ശാരദ ചേച്ചിയെ ക്ഷണിച്ചുകൊള്ളുന്നു സ്റ്റേജിലേക്ക്. സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, അധ്യാപകന്മാരെ, അധ്യാപികമാരെ, ഇന്ന് നമ്മുടെ ബിഗ് ബോസ് യൂണിവേഴ്സിറ്റിയുടെ യുവജനോത്സവമാണ്. നിങ്ങൾക്കെല്ലാവർക്കും ആഘോഷിക്കാനുള്ള ദിവസമാണിന്ന്. ഇന്നലെ വരെ ഞാൻ നിങ്ങൾക്കൊരു കാർക്കശ്യക്കാരിയായിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ
ഞാൻ അങ്ങനെ അഭിനയിക്കുകയായിരുന്നു. ഇന്നു മുതൽ നിങ്ങളോടൊപ്പം ഞാനും അടിച്ചു പൊളിച്ച് ആഘോഷിക്കാൻ തന്നെ. മറ്റൊരു സന്തോഷ വാർത്ത, നിങ്ങളുടെ വിദ്യാർത്ഥികളുടെ ഈ യുവജനോത്സവത്തിൽ അധ്യാപകരും പങ്കുചേരും എന്നുള്ളതാണ്. അധ്യാപകർക്കും പാടാം, ആടാം, യുവാക്കളോടൊപ്പം മതി. ഒരു സർപ്രൈസ്. മോഹന തമാശ ഒരുപാട് വേണ്ട, ചെവിക്ക് പിടിക്കും. ഇന്ന് നമ്മുടെ മുഖ്യാതിഥിയായി ഇവിടെ വരാൻ പോകുന്നത് നിങ്ങളാരും പ്രതീക്ഷിക്കാത്ത എന്നാൽ യുവതി യുവാക്കളുടെ രോമാഞ്ചകുഞ്ചകമായ നടൻ ജയൻ. എല്ലാവരും നിശബ്ദരായിരിക്കുക. സാറേ ഞങ്ങൾക്ക് വേണ്ടി സാറിന്റെ പിന്നെ അങ്ങാടി എന്ന സിനിമയിലെ ഒരു ഡയലോഗ് പറയുമോ സാർ? തീർച്ചയായും. Stop it. We may be coolies, trolley pullers, but we are not beggars. സർ, ഇതെന്താണ് സർ? ഇത് ഞാൻ എന്റെ പുതിയ ചിത്രമായ കരിപ്പനയുടെ ലൊക്കേഷനിൽ നിന്ന് വന്നതാണ്. കോസ്റ്റ്യൂം പോലും മാറ്റാൻ പറ്റിയില്ല. കുഞ്ഞുങ്ങളെ, ബോയ്സ് ആൻഡ് ഗേൾസ്, നിങ്ങളുടെ ഈ ദിവസത്തിൽ എനിക്കും പങ്കുചേരാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. തിരക്കായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോവുകയാണ്. ഇന്നത്തെ ദിവസം ഉഷാറാക്കുക. പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി. വയ്യാതെ കിടക്കുന്ന എന്റെ അമ്മൂമ്മയുടെ ചികിത്സയ്ക്കായി എല്ലാവരും 200 രൂപ വെച്ച് സംഭാവന നൽകേണ്ടതാണ്. നിശബ്ദരായിരിക്കൂ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി 2 വരി പാട്ട് പാടുന്നുണ്ടായിരുന്നു. ഒരു മയിൽ പീലിയായി ഞാൻ ജനിക്കുമെങ്കിൽ നിന്റെ തിരുമുടി കുടന്നയിൽ തപസിരിക്കും ദേവാ. ഞാൻ പാടുന്നില്ല. 25-ാം ദിവസം വൈകിട്ട് 4:05. അടുത്ത പരിപാടി വെൽക്കം ഡാൻസ്. ആരാണ് അവതരിപ്പിക്കുന്നത്? ഫിസിയോളജി ടീച്ചർ. പാടാൻ വരുന്നത് ശാരദ ചേച്ചിയാണ്. ടീച്ചർ മോഹനെ കൈചൊട്ടി സ്വാഗതം ചെയ്യൂ. എന്റെ കുട്ടന്മാരെ, എല്ലാരും ഒന്ന് കൈയടിക്കൂ. കദളിവാഴ കയ്യിലിരുന്ന് കാക്കയിന്നു വിരുന്നു വിളിച്ചു. വിരുന്നുകാര 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 വന്നാട്ടെ. വിരുന്നുകാര വിരുന്നു
കളിവാഴ കയ്യിലിരുന്ന് കാക്കരുന്നു വിരുന്നു വിരുന്നുകാര വിരുന്നുകാര അടുത്ത പരിപാടി സംഘഗാനം. സരി 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 സാ സരി 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 സാ. മോളിക്കുട്ടി ഓടിച്ചെന്ന് ഫോറിൻ കൂടെ വാങ്ങി കോളേജിൽ കൊണ്ടുപോയല്ലോ. വിജയ്ക്ക് കോൺഫിഡന്റ് ഗ്രൂപ്പ് നൽകുന്നു 75 ലക്ഷം വിലമതിക്കുന്ന സമ്മാനം. 25-ാം ദിവസം വൈകിട്ട് 4:15. ഒരു പാട്ട് ഒരു ഗായകനും ഗായികയും കൂടി പാടുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ 2 ശബ്ദത്തിൽ കേരളത്തിൽ ആദ്യമായി ഒരു ഗായകൻ ഒരു പാട്ട് പാടാൻ പോവുകയാണ്. നമ്മുടെ കോളേജിന്റെ അഭിമാനം ലൂയി. ലൂയി 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 ലൂയി. കേരളത്തിൽ തന്നെ ഇതാദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ആക്ട് ചെയ്യുന്നത്. വിദേശ രാജ്യങ്ങളായ ബോംബെ, ചെന്നൈയില് ഞങ്ങൾ ഈ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്, കണ്ണമൂലയിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ പ്രോഗ്രാം ആരംഭിക്കാം. മുല്ലപ്പൂ പള്ളിലോ കവിളിലോ അല്ലിമലമിഴിയിലോ ഞാൻ മയങ്ങി. പച്ചത്തേവേരെ മാറിൽ നൃത്തമാടി നിന്റെ എല്ലാം മറന്നു ഞാൻ കൂടെ വന്നു. എല്ലാം മറന്നു ഞാൻ കൂടെ വാരോ, നിന്റെ എല്ലാം മറന്നു ഞാൻ കൂടെ വാരോ. ഏനറിയില്ല ഏനറിയില്ല ഏലമണിക്കാട്ടില് മലങ്കുറവ, ഏലമണിക്കാട്ടില് മലങ്കുറവ. ഇരുപത്തിയഞ്ചാം ദിവസം വൈകിട്ട് 4:20. എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടി എന്റെ അച്ഛൻ എന്നെ ഫിയറ്റ് കാറിലിരുത്തി പഠിപ്പിച്ച ഒരു പാട്ട് പാടുകയാണ്. അതിന്റെ സ്റ്റെപ്പ് വെക്കാനായി നമ്മുടെ ഡാൻസ് മാസ്റ്ററിനെ ക്ഷണിക്കുന്നു. ഡാൻസ് മാസ്റ്റർ റെഡിയല്ലേ? റെഡി. എല്ലാവരും റെഡിയല്ലേ? റെഡി. 1 2 3 സ്റ്റാർട്ട്. അച്ചായൻ വന്നല്ലോ, ഗൾഫിൽ നിന്നും വന്നല്ലോ, ഫോറിൻ കൂടെ കൊണ്ടുവന്നല്ലോ. അച്ചായൻ വന്നല്ലോ, ഗൾഫിൽ നിന്നും വന്നല്ലോ, ഫോറിൻ കൂടെ കൊണ്ടുവന്നല്ലോ. മോളിക്കുട്ടി ഓടിച്ചെന്ന് ഫോറിൻ കൂടെ വാങ്ങി കോളേജിൽ കൊണ്ടുപോയല്ലോ. മഴയാകെ ഞാൻ നനഞ്ഞു, കടത്തിണ്ണ കേറി നിന്നു. മഴയാകെ ഞാൻ നനഞ്ഞു, കടത്തിണ്ണ കേറി നിന്നു. പുസ്തകം നനഞ്ഞു, പുസ്തകം നനഞ്ഞു, പാത്രവും നനഞ്ഞു, എന്നിട്ടും തുറക്കുന്നില്ല ഫോറിൻ അംബ്രല്ല. പുസ്തകം നനഞ്ഞു, പാത്രവും നനഞ്ഞു, എന്നിട്ടും തുറക്കുന്നില്ല ഫോറിൻ അംബ്രല്ല. താങ്ക് യു, താങ്ക് യു.
നമ്മുടെ പീതാംബര സാർ വേഷപ്പകർച്ചമായി തിരികെയാണ്. പച്ച കളറുള്ള പട്ടുനൂൽപ്പുഴു. ശരിക്കും പുഴു, ശരിക്കും പുഴു. പുഴുവിന്റെ 2 ഡയലോഗ് പറയുന്നത്. പുഴുവിനും ഡയലോഗ്. ഒരുപാട് കഴിവുകൾ എനിക്ക് ഇനി കിടക്കുന്നതേ ഉള്ളൂ. പരിപാടികൾ നടക്കട്ടെ. അടുത്തത് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് കളിക്കുന്ന തിരുവാതിരയാണ്. ഏകദന്തം മഹാകായം തപ്ത കാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം വന്ദേഹം ഗണനായകം. വിരവിരാട കുമാര വിഭോ ചാരുതര ഗുണസാഗര ഭോ മാരലാവണ്യ നരി മനോഹാരി താരുണ്യ ജയ ജയ ഭൂര്യ കാരുണ്യ വന്നിടുക ചാരത്തിക ഭാരതവ നേരത്തവരാരുത്തര സാരസ്യ സാരമറിവതി നല്ല മാരസ്യ ലീലകൾ ചെയ്വതി നാളികലോചന മാറേ നാം വിളകളഞ്ഞു വിവിധമോരോ നാളികലോചന മാറേ നാം വിളക വിവിധമൊരു കിളികളാടി മുതരകമലകൾ പാടി കരം കൊട്ടി ചാലവേ ചാടി വന്നിടുക ചാരത്തിക പരുത്തവ നേരത്തവർ സരസ്യ സാരമറിവതി നല്ല പരസ്യകൾ ചെയ്വതിന് മംഗളമുഹൂർത്തവും വന്നണഞ്ഞു ഭാവായിന്ന് മംഗളാദിനാളിന്ന് വന്നിടുന്നരുളിടേണം നീലകണ്ഠോ വിഭൂമ ദേഹി മംഗളം നീലകണ്ഠോ വിഭൂമ ദേഹി മംഗളം ദേഹി മംഗളം മംഗളം. പാവാട വേണം മേലാട വേണം പഞ്ചാര പനങ്കിളിക്ക് ഉമ്മാന്റെ കരളെ ഉമ്മാന്റെ കരുളെ മുത്താണ് നീ നമുക്ക്. പാവാട വേണം മേലാട വേണം പഞ്ചാര പനങ്കിളിക്ക് ഉമ്മാന്റെ കരളെ ഉമ്മാന്റെ കരുളെ മുത്താണ് നീ നമുക്ക്. 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 വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതാവും കവിയുമായ കോളേജിന്റെ സ്വന്തം രാജേന്ദ്രൻ. കൂളിംഗ് ക്ലാസ് അല്ലേ രാജേന്ദ്രൻ? ഗോതമ്പു ദോശകൾ ചുട്ടൊരമ്മേ നിന്റെ കിച്ചണിൽ ഇനിയൊന്നുമില്ല. പാടൂ. ഗോതമ്പു ദോശകൾ ചുട്ടൊരമ്മേ നിന്റെ കിച്ചണിൽ ഇനിയൊന്നുമില്ല. 12 ഉള്ളികൾ മാത്രമുണ്ട് നിന്റെ ആട്ടയും മൈദയും തീർന്നു. 12 ഉള്ളികൾ മാത്രമുണ്ട് നിന്റെ ആട്ടയും മൈദയും തീർന്നു. എന്റെ കറിയിൽ തിളയ്ക്കുന്ന ചിക്കനില്ല. തിളയ്ക്കുന്ന ചിക്കനില്ല. കയ്യിലെരിയുന്ന ബീഫിൻ പിരട്ടുമില്ല. ഉള്ളിൽ അഗ്നികോണിൽ വായിൽ നീരോടുന്ന അൽഫാമുണ്ടെന്നു തിരയില്ല. തീറ്റി തേടുന്ന ഞാനാണു ഭ്രാന്തൻ. മുഖമുരുകുന്ന ഞാനാണു മൂടൻ. തീറ്റി
തേടുന്ന ഞാനാണു ഭ്രാന്തൻ. കുളങ്ങര ഭരണി നാട് ഉത്സവം കണ്ടു നടക്കുള്ളിൽ ഞാൻ കണ്ടൊരു പുഷ്പമിഴിയുടെ തേരോട്ടം 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 തേരോട്ടം. 25-ാം ദിവസം വൈകിട്ട് 4:30. അധികം കോളേജുകളിലൊന്നും കണ്ടിട്ടില്ലാത്തൊരു കലാരൂപമാണ് മിമിക്രി. അതാരാണ് ചെയ്യാൻ പോകുന്നത്? പ്രഭു പ്രഭു പ്രബുല്ലൻ 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 പ്രബുല്ലൻ. പ്രഭുവിന്റെ മിമിക്രി അത് തുടങ്ങിക്കോ. ബി യൂണിവേഴ്സിറ്റിയിലെ യുവജനോത്സവത്തിന് മിമിക്രി അവതരിപ്പിക്കാൻ അനുവദിച്ച ശാരദാ മേഡത്തിനും എന്റെ പേരെന്തായിരുന്നു സിസിലിക്കും എന്റെ പന്നി നന്ദി. ആദ്യമായി മധു. നടനാണ്, സൂപ്പർ നടനാണ്. എന്താ പറ്റി? കഴുത്തമ്മ വീട് വിട്ടു പോയാൽ പാടി പാടി മരിക്കും. അടുത്തതായി ജയൻ. ബാബു ബാബുവിന്റെ ഭാര്യ സീമ. സീമ ഈ വീട് വിട്ട് എവിടേക്കാണ് പോയത്? എവിടെ പോയാലും ബാബു കണ്ടുപിടിക്കും. അടുത്തതായി ജോസ് പ്രകാശ്. ജോസ് പ്രകാശ്. അയ്യോ മിസ്റ്റർ ഓമനക്കുട്ടൻ, കാര്യങ്ങളെ കാത്തിരിക്കുമായിരുന്നു. ബൈ ദ വേ മിസ്റ്റർ ഹൃദയകുമാർ, നിങ്ങൾ സിംഗപ്പൂരിൽ നിന്നും വരുമ്പോൾ എനിക്ക് കുറച്ച് മുതല കുഞ്ഞുങ്ങളെ കൊണ്ടുവരണം. താങ്ക് യു. 25-ാം ദിവസം വൈകിട്ട് 4:45. അടുത്തതായിട്ട് ഡിസ്കോ സാറും സംഘം അവതരിപ്പിക്കുന്ന ഡിസ്കോ ഡാൻസ് ആണ്. അതിലേക്ക് ഞങ്ങളെ തന്നെ ക്ഷണിക്കുകയാണ്. ബോയ്സ് ആൻഡ് ഗേൾസ്, I am dancing at disco dance. വെള്ളിച്ചില്ലും വിതറി തുള്ളി തുള്ളി ഒഴുകും ഒരു നിറ ചിതറും കാറ്റരുവി പറയാമോ നീ എങ്ങാണു സംഗമം എങ്ങാണു സംഗമം. വെള്ളിച്ചില്ലും വിതറി തുള്ളി തുള്ളി ഒഴുകും ഒരു നുര ചിതറും കാട്ടരുവി പറയാമോ നീ എങ്ങാണു സംഗമം എങ്ങാണു സംഗമം. നമ്മൾ കളിക്കുന്ന ഗ്രൂപ്പ് ഡാൻസ്. Girls and boys, come on. Ready? Ready, 1, 2, 3, 4. 3, 4. ഉല്ലാസ പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ ഉന്മാദ തേനകൾ ചുണ്ടിലണിഞ്ഞവളെ രാഗം നീയല്ലേ താളം നീയല്ലേ എന്നാത്മ സംഗീത ശില്പം നീയല്ലേ. ഉല്ലാസ പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ ഉന്മാദ തേനകൾ ചുണ്ടിലണിഞ്ഞവളെ രാഗം നീയല്ലേ താളം നീയല്ലേ എന്നാത്മ സംഗീത ശില്പം നീയല്ലേ. ചെട്ടിക്കുളങ്ങര
ഞാനും മറന്നു പാടി കളമൊഴിയാൽ പഠിച്ചു കുളങ്ങര ഭരണി നാട് ഉത്സവം കണ്ടു നടക്കുമ്പോൾ കുട്ടിമരക്കിടയിൽ ഞാൻ കണ്ടൊരു പുഷ്പമിഴിയുടെ തേരോട്ടം 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 തേരോട്ടം. ഒന്ന് രണ്ട് വിഷക്കടലുകൾ ഇവിടെയുണ്ട്. വിഷക്കടൽ എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നത് തീർച്ചയായും ഭാഗ്യചേച്ചി. എന്റെ പൊന്നേ, ഇതാണ് നോമിനേഷൻ ഫ്രീ കാർഡ്. ഈ ആഴ്ചയിൽ നോമിനേറ്റ് ചെയ്യപ്പെട്ട നിങ്ങളുടെ